Namaskaram Chelsea fans, football fans, welcome back to Chelsea Garden channel. Welcome back. It's Premier League action time. Chelsea versus Burnley. ഒരു മത്സരം നമുക്കാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ദുഃഖിക്കാനും വിമർശിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനുമായിട്ടുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ചെൽസി വേഴ്സസ് ബേൺലി. അതിലിപ്പോ ഇഞ്ചുറി ലിസ്റ്റിൽ ചാലബ തിരിച്ച് ട്രെയിനിങ്ങിൽ വരുന്നത് കാണുന്നുണ്ട്. ബെനുവ ബാദിഷലും ട്രെയിനിങ്ങിൽ കാണുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. കാരണം ബെനുവ ബാദിഷലിനെ ഇഞ്ചുറി ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തതാണ്. അത് ട്രെയിനിങ് പിക്കിന് മുമ്പായിരുന്നോ ശേഷമാണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടില്ല. ബട്ട് വി ഹാവ് ബെനുവ ബാദിഷൽ, ലെവി കോൾവിലിനെ കണ്ടിട്ടില്ല, സ്റ്റേർലിംഗ്, കുക്രയ, ജാക്സൺ, മുഡ്രിക്, കൈസേഡോ, കോണർ ഗാലഹർ ഇവരെല്ലാം തിരിച്ചു വന്നിരിക്കുന്നുണ്ട്. അപ്പോ വി ഹാവ് ഈ നമ്മൾ റെഗുലർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീം അവൈലബിൾ ആണ്, ഇൻക്ലൂഡിംഗ് കോൾ പാൽമർ, മാലോ ഗുസ്റ്റോ. അപ്പോൾ ഒരു എക്സ്പെക്ടഡ് ലൈനപ്പ് തന്നെ. ഒറ്റ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എൻസോ ഫെർണാണ്ടസ് വരാനായിട്ടുള്ള ഒരു ഡിലേ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എൻസോ ഫെർണാണ്ടസിനെ കളിപ്പിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. സോ വി മൈറ്റ് ഹാവ് ദ കോണർ ഗാലഹർ, കൈസേഡോ ഡബിൾ പിവറ്റ്. മാസീവ് ക്വസ്റ്റ്യൻ ഹു വിൽ ബി ഇൻ ദാറ്റ് നമ്പർ 10 സ്ലോട്ട്. എന്നാലും ഇപ്പൊ കാർണെ ചുക്വാമേക്ക ഇഞ്ചുറി ആയതോടെ നമുക്ക് റഹീം സ്റ്റേർലിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. കമോൺ, യെസ്, നമുക്ക് ഇങ്ങനെ ഒച്ച വിളിച്ച് ചീത്ത വിളിക്കാനുള്ള ഒരു ആളായി. പിന്നെ പറയാൻ പറ്റില്ല, അവൻ ചിലപ്പോൾ ഇങ്ങനെ മറ്റേ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ നല്ല അടിപൊളി കളി കളിക്കേണ്ട ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞ് ഇങ്ങനെയാണ് കുറെ കൂതറ കളി കളിച്ചിട്ട് പിന്നെ ഒരു കളി കളിക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും എന്റെ പൊന്നളിയ റെഗുലർ ആയിട്ട് കളിക്കണില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പൊ റഹീം സ്റ്റേർലിംഗ്, മിഖാല മുഡ്രിക് ആൻഡ് കോൾ പാൽമർ, ഓതോ മുഡ്രിക്, പാൽമർ, നോണി മാഡുവക്കെ ആൻഡ് ജാക്സൺ, ഇതാണോ കോമ്പിനേഷൻ എന്നുള്ളതാണ്. ഐദർ കുക്രയ ഓർ ബെൻ ചിൽവെൽ. ഐ തിങ്ക് ഇറ്റ്സ് ടഫ്. മേ ബി ഹി വിൽ ഗോ ഫോർ എ ബെൻ ചിൽവെൽ. നമ്മൾ പഴയ അവസ്ഥകൾ, നമ്മൾ പഴയ പ്രശ്നങ്ങൾ തന്നെ നേരിടേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഐ ഡോണ്ട് നോ ഹൗ ദിസ് ഗെയിം ഇസ് ഗോൺ ടു ബി. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ചുക്വമേക്കയുടെ അവൈലബിലിറ്റിയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ചെക്കൻ ആ പെർഫെക്റ്റ് ആണ് ആ നമ്പർ 10 സ്ലോട്ടിൽ. ആ ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് കളിക്കാൻ പറ്റിയ പ്ലെയർ ആണ്. മിഖാല മുഡ്രിക്ക് നല്ലൊരു പ്ലെയർ ആണ്, പക്ഷെ മിഖാല മുഡ്രിക്കിന്റെ സ്ട്രെങ്ത് വിങ്ങിലാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഒന്നില്ലെങ്കിൽ സ്റ്റേർലിംഗിനെ അവിടെ കളിപ്പിക്കും. ആരും ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേർലിംഗിനെ അവിടെ കളിപ്പിച്ച് എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ അവൻ. പിന്നെ അല്ലെങ്കിൽ കോൾ പാൽമറിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അവൻ എപ്പോൾ പ്രിഡോമിനന്റ്ലി റൈറ്റ് ഹാഫ് സ്പേസ് ഡോമിനേറ്റഡ് ആണ്. അവൻ ഒരിക്കലും ആ നമ്പർ 10 സ്ലോട്ടിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ആ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യില്ല. അപ്പൊ അവൻ അവിടെ തന്നെ അങ്ങോട്ട് നിൽക്കും. അപ്പൊ ഈ ഒരു ഏരിയ ഭയങ്കര ഗ്യാപ്പിലേക്ക് വരും. അപ്പോൾ സ്റ്റേർലിംഗിനെ ഉള്ളിലേക്ക് കട്ടിപ്പിച്ചിട്ട് നേരെ ബെൻ ചിൽവെലിനെ ഓവർലാപ്പ് ചെയ്ത് കളിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡയലോഗൊക്കെ അടിക്കാം കിടന്ന്. ഇതൊന്നും കാണില്ലായിരിക്കാം നമുക്ക് ഗ്രൗണ്ടിൽ. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആര് സ്റ്റാർട്ട് ചെയ്തുള്ളത്. പ്രത്യേകിച്ച് നോണി മാഡോക്കെ നല്ല കത്തി നിൽക്കുന്ന ഫോമിലാണ്. 2 ഗോളൊക്കെ അടിച്ചു. ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഒരു സബ്ലൈം ഗോൾ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് അണ്ടർ 21 വേണ്ടിയിട്ടാണ് കളിച്ചത്. അടിപൊളി ഗോൾ. അതായത് ബോൾ റിസീവ് ചെയ്തു, ഫസ്റ്റ് ടൈം തന്നെ അങ്ങോട്ട് ഒരു പാസ്, ഒരു ഷോട്ട് അല്ല ഒരു പാസ്, നല്ലൊരു ഗോളായിരുന്നു നോണി മാഡോക്കിന്. അപ്പൊ അങ്ങനെ ഫോമിലിരിക്കുന്ന ഒരു പ്ലെയറിനെ കളിപ്പിക്കേണ്ടത് എന്ന് തന്നെ ശരിയാണ്. പക്ഷെ നമുക്ക് അവിടെ കോൾ പാൽമർ ഓൾറെഡി ഉള്ളതുകൊണ്ടും അവന്റെ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് റൈറ്റ് വിങ്ങറായിട്ട് കളിക്കുന്നതായതുകൊണ്ടും നമുക്ക് അവിടെ അതിനുവേണ്ടി നോണി മാഡോക്കിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കോൾ പാൽമറിനെ നമ്പർ 10 കളിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കോൾ പാൽമറിനെ കളിപ്പിക്കുന്നത് അവന്റെ ഏറ്റവും ബെസ്റ്റ് സ്ട്രെങ്ത് ഉള്ള ഒരു ഏരിയ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഫോർ മീ ഇസ് ദ റൈറ്റ് വിങ്. പുള്ളിക്കാരൻ കട്ട് ചെയ്തിട്ട് മാലോ ഗുസ്റ്റോ ഓവർലാപ്പ് ചെയ്ത് കളിക്കുന്നത്. മാലോ ഗുസ്റ്റോ ഓവർലാപ്പ് ചെയ്തിട്ട് പോട്ടെ. ബട്ട് പൊച്ചറ്റിനോ ഇസ് പൊച്ചറ്റിനോ. വി ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഡു, അല്ലേ? നമുക്കറിയില്ല. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. എന്തായാലും ഒന്നില്ലെങ്കിൽ നമുക്ക് ചീത്ത വിളിക്കാം, ഒന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ സന്തോഷിക്കാം. വി ഡോണ്ട് നോ വാട്ട് ടു ഡു. പോരാത്തതിന് ഇപ്പുറത്ത് നമ്മുടെ ചെൽസി വിമൻ ആർ ഗോണ ഫേസ് ബാഴ്സലോണ ഫോർ ദ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ. എമ ഹയസിന്റെ അവസാനത്തെ മത്സരം ഇൻ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എമ ഹയസ് ഇസ് മൂവിംഗ് ഔട്ട് ഫ്രം ചെൽസി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വുമൻ നാഷണൽ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് പോവുകയാണ്. അപ്പൊ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ അവസാനമായിട്ടുള്ള മത്സരമായിരിക്കും എമ ഹയസിന്റെ. കാണാൻ പോകാൻ പറ്റിയ ആഗ്രഹമൊക്കെ ഉണ്ട്. എന്തോ നമുക്ക് നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ പോകാൻ, പറ്റില്ലെങ്കിൽ പോവില്ല. അത്രേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. Anyway guys, do let me know your thoughts Chelsea versus Burnley മത്സരത്തിനെ കുറിച്ച്. Thank you so much for watching. Signing off, SK from Chelsea Garden.